ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ജൂലൈ മാസത്തിൽ നമുക്ക് എന്തൊക്കെ കൃഷി ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ളതായൊരു വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഓരോ മാസത്തിലും നമ്മൾ ജനുവരി മുതൽ ഇങ്ങോട്ട് എല്ലാ മാസത്തിലും എന്തെല്ലാം ചെയ്യാം എന്നതിനെക്കുറിച്ചുള്ളതായ കൃഷി വീഡിയോ ഇടുന്നത് കൊണ്ട് നിങ്ങൾക്ക് കാണുന്നവർക്ക് അത് നല്ല രീതിയിൽ കൃഷി ചെയ്യാനും അതിൽ നിന്ന് നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ടും സാധിക്കുന്നുണ്ട്. ജൂലൈ മാസത്തിൽ എന്തെല്ലാം കൃഷി ചെയ്യാമെന്നും അത് എന്ന് നമുക്ക് വിളവെടുക്കാമെന്നും നമുക്ക് നോക്കാം. വേനൽക്കാലമായാലും മഴക്കാലമായാലും നമ്മൾ അത്യാവശ്യം എന്തെങ്കിലും കൃഷി ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് അത്യാവശ്യം വേണ്ടതായ പച്ചക്കറികളൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഓരോ സീസൺ അനുസരിച്ച് മാത്രം നമ്മളിങ്ങനെ ചെയ്താൽ പോരാ, എപ്പോഴും എന്തെങ്കിലുമൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടേ ഇരിക്കണം. അത് അങ്ങനെയാണല്ലോ, നമ്മൾ കടകളിലൊക്കെ എപ്പം ചെന്നാലും എല്ലാ പച്ചക്കറികളും നമ്മൾക്ക് കിട്ടുന്നുണ്ട്. ഇപ്പം തക്കാളി ഇപ്പോൾ ശീതകാലത്ത് മാത്രം ചെയ്യുന്ന അങ്ങനെയൊന്നുമില്ല, എപ്പോഴും കൃഷി ചെയ്യുന്നതുകൊണ്ടാണ് മാർക്കറ്റിൽ നമുക്കത് കിട്ടുന്നത്. അപ്പം അത്യാവശ്യം ഒരുപാട് നമുക്ക് പച്ചക്കറികൾ കിട്ടിയില്ലെങ്കിലും അത്യാവശ്യം നമുക്ക് അതിൽ നിന്നൊക്കെ വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഈ ജൂലൈ മാസത്തിൽ ഫസ്റ്റ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഈ മഴ സമയത്ത് ചീര അധികം നടാതിരിക്കുന്നതാണ് നല്ലത്. നട്ടാലും നമ്മൾ അത്യാവശ്യം കെയറൊക്കെ കൊടുത്താൽ നമുക്ക് നല്ല ഇലകളൊക്കെ കിട്ടും. ഇലപ്പുള്ളി രോഗങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് സാധ്യതയുണ്ട് ഈ ചീരയൊക്കെ നടുമ്പോൾ. പിന്നെ എന്ന് വെച്ചാൽ പയർ നടാനൊക്കെ പറ്റിയ സമയമാണ്. നമ്മൾ ഒരു പയർ നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ നമുക്ക് പയറെടുത്തിട്ട് വീണ്ടും നമുക്ക് നടാനായിട്ട് സാധിക്കും. അപ്പം എല്ലാവരും പയറൊക്കെ നടാനായിട്ട് ശ്രമിക്കാം. പലതരത്തിലുള്ളതായ പയറുകൾ ഇന്ന് ലഭ്യമാണ്. ഈ പയറിനെല്ലാം ഓരോ പേരുകളുണ്ട്. ഈ വയലറ്റ് പയറിന് വൈജയന്തി എന്ന് പറയും, ലോല, അതുപോലെ തന്നെ വെള്ളായണി പയറുണ്ട്, അർക്ക മങ്ങളയുണ്ട്, ഇങ്ങനെ കുറ്റിപ്പയറുകൾ പലവിധമുണ്ട്. ഇങ്ങനെയുള്ള പയറുകളെല്ലാം നമ്മൾ അത്യാവശ്യം നമ്മൾ നടാനായിട്ട് ശ്രമിക്കുക. ജൂലൈ സമയത്ത് നമ്മൾ നട്ടെങ്കിൽ മാത്രമേ ഓണത്തിൻ്റെ സമയത്ത്, അതായത് ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ മാസത്തിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നല്ല കെയറും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ വിളവെടുക്കാം. അത്യാവശ്യം വേണ്ടതായ എല്ലാ സംഗതികളും ഒരു 2 ഗ്രോ ബാഗിനകത്ത് വീതമെങ്കിലും നമ്മൾ ഓരോന്ന് നടാനായിട്ട് ശ്രമിക്കുക. ഇപ്പം അടുത്തെന്ന് വെച്ചാൽ വെണ്ടയ്ക്ക നമുക്ക് 5 ഗ്രോ ബാഗിനകത്തോ അല്ലെങ്കിൽ നമുക്ക് 5 വിത്തുകൾ നമുക്ക് മണ്ണിലോ തറയിലോ ഒക്കെ നമുക്ക് നടാവുന്നതാണ്. എല്ലാവരും അത് നടാനായിട്ട് ശ്രമിക്കുക. പലതരത്തിലുള്ളതായ വെണ്ട അവൈലബിളാണ്. എന്ന് വെച്ചാൽ കൊമ്പൻ വെണ്ടയുണ്ട്, ഗ്രീൻ വെണ്ടയുണ്ട്, റെഡ് വെണ്ടയുണ്ട്, കസ്തൂരി വെണ്ടയുണ്ട്, മരവെണ്ടയുണ്ട്, അങ്ങനെ പല ടൈപ്പിലുള്ളതായ വെണ്ടകളുണ്ട്. ഇപ്പം വെറൈറ്റി അനുസരിച്ച് 1, 2, 3 നിങ്ങൾക്ക് നടാവുന്നതാണ്. അതുപോലെ തന്നെ വഴുതനയാണെന്നുണ്ടെങ്കിലും പലതരത്തിലുള്ളതായ വഴുതനകൾ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റിയ കാലാവസ്ഥയാണ്. ഇപ്പം നല്ല മണ്ണിളക്കമൊക്കെ ഉള്ളതായ സമയമാണ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ അങ്ങോട്ട് നട്ടു കൊടുത്താലുണ്ടല്ലോ നല്ല രീതിയിൽ നമുക്ക് അത് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. ഒരുപാട് വെള്ളം ഒഴിക്കാനും ഒന്നും നമ്മൾ നിൽക്കേണ്ടി വരത്തില്ല. അത്യാവശ്യം മഴയും അത്യാവശ്യം വെയിലും ഒക്കെ നമുക്ക് കിട്ടുന്നത് കൊണ്ട് ഇവരെല്ലാം നല്ല രീതിയിൽ വളർന്നു വരികയും അത് നല്ല ഇതുപോലെ നമുക്ക് അതിൽ നിന്ന് വിളവെടുക്കാനായിട്ടും സാധിക്കും. അതുപോലെ തന്നെയാണ് വാളരി, വയലറ്റ് വാളരിയുണ്ട്, കുറ്റി വാളരിയുണ്ട്. അതും നടുക. നല്ലതുപോലെ ഈ മഴക്കാല സമയത്ത് നമുക്ക് വിളവെടുക്കാനും അതുപോലെ തന്നെ നല്ലതുപോലെ പടർന്ന് പന്തലിച്ച് വളരാനും അതിൽ നിന്ന് നല്ല വിളവെടുക്കാനായിട്ടും സാധിക്കും. അത് ഗ്രോ ബാഗ് നടുന്നതിനേക്കാൾ നല്ലത് മണ്ണിനകത്ത് നട്ടാലാണ് ഏറ്റവും നല്ലത്. ഒരു മരത്തിൻ്റെ കീഴോട്ടൊക്കെ കൊണ്ട് നമ്മൾ നട്ടാൽ ഈ വാളരി ഉണ്ടല്ലോ നല്ലതുപോലെ പടർന്ന് കയറി പോവുകയും അതിൽ നിന്ന് നല്ലതുപോലെ കാഫലം നമുക്ക് കിട്ടുകയും ചെയ്യും. അതുപോലെ അടുത്ത എന്ന് വെച്ചാൽ നിത്യവഴുതനയും ഈ മഴക്കാല സമയത്ത് നല്ലതുപോലെ പടർന്ന് പന്തലിച്ച്, നമ്മൾ സാധാരണ വെയിൽ സമയത്ത് നടുന്നതിനേക്കാൾ നല്ലതുപോലെ പടർന്ന് പന്തലിച്ച് കയറുകയും അതിൽ നിന്ന് നല്ല രീതിയിൽ വിളവെടുക്കാനും സാധിക്കുന്ന ഒന്നാണ് നിത്യവഴുതന എന്ന് പറയുന്നത്. നിത്യവഴുതനയും ഇപ്പം പല ടൈപ്പുണ്ട്. നല്ല നാടൻ ടൈപ്പുണ്ട്, അതുപോലെ തന്നെ വയലറ്റ് കളറുണ്ട്, ഹൈബ്രിഡ് തണ്ടിന് നീളമുള്ളതുണ്ട്, പിന്നെ വെള്ള അരിയുള്ളതായ നല്ല മുഴുത്ത ടൈപ്പ് ബൾബ് മാതിരി ഇരിക്കുന്നതായ നിത്യവഴുതനയും ഉണ്ട്. 4 ടൈപ്പിൽ നിത്യവഴുതന ഇന്ന് അവൈലബിളാണ്. അടുത്തതെന്ന് പറഞ്ഞാൽ മുളക്. ഒരു വീടായാലും ഒരു മുളകിൻ്റെ തൈയെങ്കിലും നട്ടുപിടിപ്പിക്കണം. നമ്മുടെ മുറ്റത്ത് ഒരു മുളക് തൈ അത്യാവശ്യമാണ്. കാരണം നമുക്കറിയാം കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മുളകിനകത്തൊക്കെ എന്തുമാത്രം കീടനാശിനികളൊക്കെ തളിച്ചിട്ടാണ് വരുന്നതെന്നുള്ളത്. അപ്പോൾ നമ്മളൊരു മുളക് നടുമ്പോൾ തന്നെ അറിയാമല്ലോ, അതിനകത്ത് കുരുടിപ്പ്, വെള്ളീച്ച, മഞ്ഞളിപ്പ് എന്ന് വേണ്ട എല്ലാവിധമായ അസുഖങ്ങളും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്രയും പച്ചമുളകൊക്കെ നട്ടുപിടിപ്പിച്ച് വരണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് അത്യാവശ്യം കീടനാശിനികളൊക്കെ തളിച്ച് തന്നെയാണ് നമ്മുടെ മുന്നിലോട്ടത് വരുന്നത്. അതുകൊണ്ട് എല്ലാവരും നമ്മുടെ മുറ്റത്ത് ഒരു 2, 3 ഗ്രോ ബാഗിനകത്തോ അല്ലെങ്കിൽ മണ്ണിലോ ഈ മുളക് നട്ടുപിടിപ്പിക്കാണ്ട് ശ്രമിക്കുക. നമ്മൾ വാങ്ങുന്ന വറ്റൽമുളകിൻ്റെ 1, 2 എടുത്തിട്ട് ഒന്ന് പൊട്ടിച്ചിട്ടാൽ നമുക്ക് ഇഷ്ടം പോലെ മുളകുകൾ നമുക്ക് പിടിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് അങ്ങനെ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ വെബ്സൈറ്റായ theminislifestyle.com വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും ഗ്രോ ബാഗുകളും എല്ലാം അതിനകത്ത് അവൈലബിളാണ്. അപ്പം പുതിയ വിത്തുകളൊക്കെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ വാങ്ങിക്കുക. ഓണത്തിനുള്ളതായ കൃഷികളൊക്കെ നിങ്ങൾ ഇപ്പോഴേ തന്നെ തുടങ്ങുക.
അപ്പോൾ ഈ ജൂലൈ മാസത്തിൽ നമുക്ക് നട്ടുപിടിപ്പിക്കാൻ ഏറ്റവും പറ്റിയ ഒന്നാണ് കുമ്പളം എന്ന് പറയുന്നത്. നെയ്ക്കുമ്പളവും ഉണ്ട്, അതുപോലെ തന്നെ തടിയൻ കുമ്പളവും ഉണ്ട്. രണ്ടും നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. അതങ്ങോട്ട് കൊടുത്താൽ മതി കേട്ടോ. നല്ലതുപോലെ പടർന്ന് പന്തലിച്ച് നമ്മൾ ഏതെങ്കിലും ഒരു മരത്തിൻ്റെ അടുത്തോട്ട് നമ്മൾ കയറ്റി വിട്ടാൽ മതി. അത്യാവശ്യം വെയിൽ കിട്ടണമെന്നേ ഉള്ളൂ. നല്ല രീതിയിൽ നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ 1-2 മൂട് കുമ്പളമൊക്കെ നടാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ വെള്ളരി നല്ലതുപോലെ പടർന്ന് പന്തലിച്ച് വരുന്നതായ ഒരു കാലാവസ്ഥയാണ് ഇപ്പം ഈ കാലാവസ്ഥ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മളങ്ങോട്ട് നട്ടു കൊടുത്താലും നമുക്ക് ഓണത്തിന് നല്ല രീതിയിൽ വെള്ളരി വിളവെടുക്കാനായിട്ട് സാധിക്കും. പാവൽ പടവലവും ഒക്കെ നമുക്ക് നടാം. പക്ഷേങ്കിൽ പാവലും പടവലവും എന്ന് വെച്ചാൽ പുഴുക്കളും ഒക്കെ ഉണ്ടാകും, മഞ്ഞളുപ്പും ഒക്കെ ഉണ്ടാകുന്ന സമയമാണ് മഴ സമയത്ത്. നമ്മൾ അത്യാവശ്യം കെയറൊക്കെ കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നും വിളവെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെയാണ് പീച്ചിലും കുക്കുംബറും നമുക്ക് ഈ സമയത്ത് നമ്മൾ അങ്ങോട്ട് നട്ടു കൊടുത്താൽ നമുക്ക് നല്ലതുപോലെ പടർന്ന് കയറി വരും. എന്ന് വെച്ചാൽ പടർന്ന് കയറി ഇനി വരുമെന്ന് പറഞ്ഞാൽ നമ്മൾ അത്യാവശ്യം വളവും വെള്ളമൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. വെള്ളം നമുക്ക് അത്യാവശ്യം ജൂലൈ മാസം ആയതുകൊണ്ട് മഴയൊക്കെ കിട്ടും. പിന്നെയെന്ന് വെച്ചാൽ നമുക്ക് അടിവളമായിട്ടൊക്കെ നല്ല വളം, ചാണകവളവും കോഴിവളവും ഒക്കെ കൊടുത്താൽ ഈ മഴ സമയം ആയതുകൊണ്ട് നമുക്ക് കോഴിവളമൊക്കെ ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ സമ്പുഷ്ടീകരിച്ച കോഴിവളമൊക്കെ കാണുമല്ലോ, അതൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ നല്ല രീതിയിൽ നമുക്ക് വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും. കൃഷി ചെയ്യുന്നവർ അത്യാവശ്യം വളങ്ങളും അതിന് ജൈവ കീടനാശിനികളൊക്കെ കരുതി വയ്ക്കുക. അപ്പം കൃഷി ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവരൊക്കെ കുറേ പേര് കാണും. അപ്പോൾ അവരൊക്കെ എന്തുവേണമെന്ന് അറിയാമോ, കുറച്ച് അത്യാവശ്യം വളങ്ങളൊക്കെ നമ്മൾ കരുതി വെച്ചേക്കണം. കുറച്ച് ചാണകപ്പൊടി, ചാരം, അതുപോലെ നമ്മുടെ വീട്ടിലെ കമ്പോസ്റ്റ്, നമ്മുടെ വേസ്റ്റ് കമ്പോസ്റ്റൊക്കെ ആക്കുമല്ലോ, അതൊക്കെ നമ്മൾ കുറച്ച് കളക്ട് ചെയ്ത് വെച്ചിരുന്നാൽ നല്ല രീതിയിൽ നമുക്ക് കൃഷിയൊക്കെ ചെയ്യാനായിട്ട് സാധിക്കും. അല്പം കുറച്ച് കീടനാശിനികളുണ്ട്, ജൈവ കീടനാശിനി വിവേറിയോ ഒക്കെ നമ്മൾ വാങ്ങിച്ചു വെച്ചിരുന്നാൽ, വേപ്പെണ്ണയൊക്കെ വാങ്ങിച്ചു വെച്ചിരുന്നാൽ കീടങ്ങളെയൊക്കെ നമുക്ക് തുരത്താനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാവുന്ന ഫിഷ് അമിനോ ആസിഡൊക്കെ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങളതൊന്ന് കണ്ടു നോക്കുക. അതൊക്കെ നമുക്ക് ചെയ്തു വെച്ചിരുന്നാൽ നമ്മുടെ കൃഷികൾക്കൊക്കെ നല്ല പ്രയോജനം ചെയ്യുന്നതാണ്. നല്ലതുപോലെ പൂക്കളും കായകളും ഒക്കെ ഉണ്ടാകാനായിട്ട് നമ്മുടെ ഫിഷ് അമിനോ ആസിഡ്, എഗ് അമിനോ ആസിഡൊക്കെ നല്ല പ്രയോജനം ചെയ്യുന്ന ഒരു വളപ്രയോഗം തന്നെയാണ്. പിന്നെ പലതരത്തിലുള്ളതായ അമരകൾ, സാമ്പാർ അമര, അതുപോലെ തന്നെ കുറ്റി അമരകൾ, അതൊക്കെ നടാനും പടർന്നു പോകുന്നതായ നമ്മുടെ ഹിമ, അതുപോലെ തന്നെ ഗ്രേസ് അമരയൊക്കെ നമുക്ക് വളർത്താം. നല്ല രീതിയിൽ അവരിപ്പം പടർന്ന് കയറുകയും നമുക്കൊരു ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അതിൽ നിന്ന് നമുക്ക് വിളവെടുക്കാനായിട്ട് സാധിക്കും. ഇപ്പോഴാണ് അതൊക്കെ നടാൻ പറ്റിയ സമയം എന്ന് പറയുന്നത്. അപ്പോൾ അത് വീട്ടിൽ നിൽക്കുന്നവരാരും ഇത് പിഴുത് കളയരുത്. അത് കായൊന്നും പിടിക്കുന്നില്ലല്ലോ എന്ന് കരുതി നമ്മൾ അതിനെ പിഴുത് ദൂരെ കളഞ്ഞു എന്നൊക്കെ കുറച്ച് പേര് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെയ്യേണ്ട. അത് ജൂലൈ ഓഗസ്റ്റ് മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് അതിനകത്ത് പൂക്കളുണ്ടാവുകയും നല്ല രീതിയിൽ കായ്കളൊക്കെ ഉണ്ടാവുകയും ചെയ്യുന്നതായിരിക്കും. അതുപോലെ പയറൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ നമുക്ക് നട്ടുപിടിപ്പിക്കാം. അപ്പം വീട്ടിലൊരു വീട്ടമ്മയ്ക്ക് മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും കൃഷി ചെയ്യാം. ഒത്തൊരുമയോട് കൃഷി ചെയ്താൽ നമുക്ക് ഒത്തൊരുമിച്ച് വിളവെടുക്കാനും ഒത്തൊരുമിച്ച് നമുക്ക് ഊണുമേശയിലിരുന്ന് നമുക്ക് വിഷമില്ലാത്ത പച്ചക്കറികൾ കൊണ്ടുള്ള ആഹാരങ്ങൾ കഴിക്കാനായിട്ടും സാധിക്കും. അപ്പോൾ എല്ലാവരും ഈ കൃഷി രീതികളൊക്കെ ഒന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പം തന്നെ നമുക്ക് കൃഷി ചെയ്താൽ ഓണത്തിന് നല്ല രീതിയിൽ വിളവെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ കൃഷി രീതികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾക്ക് കൃഷി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അതുപോലെ തന്നെ നിങ്ങൾക്ക് പുതുതായിട്ട് വരുന്നവരാണെന്നുണ്ടെങ്കിൽ വിത്തുകളും ഗ്രോ ബാഗുകളും ഒന്നും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിലും നമ്മുടെ വെബ്സൈറ്റായ theminislifestyle.com ഒന്ന് വിസിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യമുള്ളതായ വിത്തുകളും ഗ്രോ ബാഗുകളും ഒക്കെ വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതേപോലെ തന്നെ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി, നന്ദി, നമസ്കാരം.